റോജിൻ ചേട്ടാ, ശരിക്കും ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മള് ചെറിയ കാലം തൊട്ട് വീട്ടിൽ കണ്ടുവരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതില് ചില അഭിപ്രായങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെയാണ്. പക്ഷെ പല കാര്യങ്ങളിലും ഒരാൾക്ക് അത്യാവശ്യം മുൻതൂക്കമുള്ള രീതിയിലാണ് കണ്ടു വളർന്നിട്ടുള്ളത്. ഈ സൊസൈറ്റിയിലേക്ക് എടുക്കുകയാണെങ്കിലും ആ ഒരു രീതി കണ്ടിട്ടുണ്ട്. കുറെ അഡ്ജസ്റ്റ്മെന്റും അക്സെപ്റ്റൻസിനെക്കാട്ടി കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സൗജന്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങളെ വർഷങ്ങളോളം കാത്തിരുന്ന് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി മരിച്ചു പോകുന്ന മനുഷ്യരാണ് പലപ്പോഴും പാർട്ട്ണർഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ സൗജന്യമായിട്ട് കിട്ടുന്ന സ്നേഹം, അറ്റാച്ച്മെന്റ്, കെയർ, നമ്മളൊന്ന് മനസ്സിലാക്കുക, ഈ തുടങ്ങിയിട്ടുള്ള പൈസ മുടക്കില്ലാത്ത നമ്മുടെ ലോകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അത് ഒരു ആൾക്ക് വളരെ സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പാർട്ണറാന്ന് കരുതുക, എപ്പോഴും ഓരോ പാർട്ണർഷിപ്പിലും മനസ്സിലാക്കി നോക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത്. ആ ഒരു പാർട്ണർക്ക് വേണ്ട നീഡ്സ് ഉണ്ട്. അത് നമുക്ക് ഒരു പക്ഷെ നമ്മുടെ സാമ്പത്തികം ഇല്ലെങ്കിൽ നമുക്ക് ശരിയാണ്, നമുക്ക് ചില സാമ്പത്തികപരമായ നീഡ്സ് നമുക്ക് ചിലപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഒരു കാറോ അല്ലെങ്കിൽ ഒരു വീടോ ഭയങ്കര വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ലേ? അത് കിട്ടാത്ത മനുഷ്യരെ 90% പാർട്ണർഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും പ്രശ്നം? എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറാണ് എനിക്ക് ഇത് തരണ്ടേ എന്നുള്ള പഠിപ്പിച്ചു വെച്ചേക്കാം ആരോ. മനസ്സിലായോ? സ്വന്തം സ്വാതന്ത്ര്യം, സ്വന്തം സന്തോഷം, സമാധാനം ഇതെല്ലാം എൻ്റെ പാർട്ട്ണർ എനിക്ക് പ്രൊവൈഡ് ചെയ്യണം. എൻ്റെ പാർട്ട്ണർ പ്രൊവൈഡ് ചെയ്ത് മാത്രമേ എനിക്കിത് കിട്ടുള്ളൂ. ഇതല്ല പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ അകത്ത് ഞാനെന്ന ബോധം ഇല്ല. ഞാനെന്ന് ചിന്തിക്കാൻ പറ്റൂല. അവിടെ നീ എന്ന് ചിന്തിക്കാനേ പറ്റുള്ളൂ. അവിടെ എൻ്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ മുന്നിൽ ഞാനില്ല. ഞാനുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി നിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അവിടെ ഞാൻ മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് പല പാർട്ണർഷിപ്പിലും ഈ ഞാൻ എന്ന ബോധം, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം, എൻ്റെ സമയം, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടമില്ലായ്മ എന്ന് വേണ്ട, അവിടെ ഞാൻ എന്ന സാധനം ഇങ്ങനെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി ഞാൻ ഒറ്റയ്ക്ക് പോരെ? ഞാനിതിനൊരു പാർട്ണേഴ്സിനെ പിടിക്കുന്നത്, അല്ലെങ്കിൽ അപ്പൊ എനിക്ക് വേണ്ടത് എന്താ? ഒരു അടിമേനാണ് വേണ്ടത്. മനസ്സിലായോ? ഇത് പാർട്ണർഷിപ്പ് അല്ല. പാർട്ണർഷിപ്പ് പ്രോപ്പറായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോയിന്റിനകത്ത് ഒരു വലിയ സത്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരുപാട് ഉയരങ്ങളിലോട്ട് പോകേണ്ട വ്യക്തിയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരിക്കലും നമ്മുടെ കൂടെ ഒരു പാർട്ണർ നമ്മളെ തളച്ചിട്ടാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എവിടെയെന്ന് കണ്ടിട്ടുണ്ടോ? തിരിച്ച് രണ്ടുപേരും രണ്ട് പോയിന്റിലാണ് നിൽക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വപ്നങ്ങളെ നമ്മളെ എങ്ങനെ നമുക്ക് എൻഹാൻസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കഴിവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ കൂടുതലും എപ്പോഴും നമ്മുടെ കുറവുകളെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. നിനക്ക് ആ കുറവുണ്ട്, നിനക്ക് ഈ കുറവുണ്ട്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിനക്ക് പഠിക്കാൻ ഇതില്ല. ഇത് കേട്ട് തഴമ്പിച്ചിരിക്കുന്ന മനുഷ്യരെ നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാം വിശ്വാസം, നമ്മളെ പറ്റിയിട്ടുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു. ശരിയാ, വീട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു കുറവുകൾ, നീ ആ ചെയ്തതിൽ ഇതൊരു പ്രശ്നമായി, പക്ഷെ ആ ചെയ്തത് നല്ലതാണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാര് ഈ ഒരു ഈ എക്സാമിന്റെ ഒക്കെ ഫെയിൽ ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക്, കാരണം ഇത്രയും ശ്രമിച്ചിട്ടാണല്ലോ ഫെയിൽ ആയെന്നുള്ള രീതിയിൽ. കൂട്ടുകാരുടെ ഇടയിലും നമുക്ക് നമ്മുടെ കഴിവുകളും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മളൊരു പാർട്ണർഷിപ്പിൽ വരുമ്പോ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഞാനാണെന്ന് വിചാരിക്കുക, എൻ്റെ അടുത്തൊരു പാർട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പാർട്ണർ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് ആ പാർട്ണറെ എവിടെയാണ്, എന്താണ് ആ പാർട്ണർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ അത് എന്താ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യണം, ഞാൻ എവിടെ ഇടപെടാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് ഒരു പാർട്ണറാണ്, എനിക്ക് എവിടെ ഇടപെടാന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്ക് എവിടെ ഇടപെടാം, എനിക്ക് എന്തും ചെയ്യാം, അവൾ എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് കളർ ഉപയോഗിക്കണം, അത് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം ഞാൻ തീരുമാനിക്കുന്നിടത്ത് വരാം. അങ്ങനെയല്ലല്ലോ. ഞാൻ ഇടപെടാൻ പാടില്ലാത്ത പോയിന്റ് ഉണ്ട്. മനസ്സിലായോ? ഞാൻ ഇടപെടുന്ന പോയിന്റും ഉണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലർക്ക് ഇടപെടുന്നത് ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടല്ലോ, അവർക്ക് അത് മാത്രമേ അത് വേറെ ടൈപ്പ് കാറ്റഗറി ഉള്ള ആളുകൾ, അവർക്ക് കുറച്ചൊരു അറ്റൻഷൻ ആളുകൾ വേണം. അവർ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടേ ചോദിക്കും, ഞാനിതാ ചെയ്തിട്ട് എന്താ നീ ഇടപെടാനെ, നീ എന്താ ചോദിക്കാനേ, ഞാൻ എന്തെങ്കിലും ചെയ്തേന്ന്. നമുക്ക് അത് വളരെ ചെറിയ കാറ്റഗറി അല്ല, എങ്കിൽ പോലും നമുക്ക് ഭൂരിപക്ഷം കാണാൻ പറ്റുന്നതാ. അപ്പൊ നമ്മളൊരു പാർട്ണർ ആയിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു പാർട്ണറെ ഒരു തരത്തിലുമുള്ള മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വ്യക്തി ആരാണോ അവനാണ് യഥാർത്ഥ പാർട്ണർ. അല്ലാതെ വേറെ ഒരാളും അല്ല പാർട്ണേഴ്സ്. ബാക്കിയെല്ലാം നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന മനുഷ്യരാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. കൃത്യമായി നമുക്ക് ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഉയരത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്, അങ്ങനെ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടുന്നത് പെയിൻ ആയിരിക്കും ബൈ ചാൻസ്.
അതും നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ പാർട്ണറാണ്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, ആ വ്യക്തിയുടെ സന്തോഷമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ. അത് നമുക്ക് പെയിൻ തന്നിട്ടാണെങ്കിലും ആ വ്യക്തി സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇത് കുറച്ച് വൈഡ് ആംഗിൾ ആണ്, ഇത് വളരെ നോർമലായിട്ട് പറഞ്ഞു ചിലപ്പോൾ, പക്ഷേ എനിക്കറിയില്ല ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു. വ്യക്തി സന്തോഷിക്കട്ടെ, നിനക്ക് അത് ചെയ്താൽ സന്തോഷമുണ്ടോ, നീ അത് ചെയ്തോളൂ എന്ന് പറയുന്ന ഇടത്ത് നമുക്ക് പെയിൻ ഉണ്ടെന്ന റിയാലിറ്റി, നമുക്ക് പെയിൻ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തിക്ക് സന്തോഷമല്ലേ. പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറയാ എനിക്ക് നീയുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നിടത്ത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരി, നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. കാരണം എന്താ, നിന്റെ സന്തോഷം ആണ് എനിക്ക് വലുത്, അവിടെ എൻ്റെ ആവശ്യങ്ങളല്ല വെക്കണ്ടേ. അങ്ങനെ പറയാതെ പിടിച്ചു നിർത്തിയിട്ടാണ് പല കൊലപാതകങ്ങളും, ഈ പറയുന്ന പല ഇഷ്യൂസും പല പ്രശ്നങ്ങളിലോട്ടും കൺവേർട്ട് ആവുന്നത്. പിടിച്ചു നിർത്തുന്നിടത്ത് ഇഷ്യൂ സ്റ്റാർട്ടാ. ഉറപ്പല്ലേ, ഒരിക്കലും പൊട്ടിത്തെറിക്കാൻ പറ്റിയില്ലെങ്കിൽ, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് അത് പ്രതികരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ആള് പ്രതികരിക്കുന്നത് ഒന്നെങ്കിൽ ആളെ സെൽഫ് ഹാം ചെയ്തിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടോ ആയിരിക്കും അതിനെ പ്രതികാരം കാണിച്ചു കൊടുക്കുന്നത്. വളരെ മണ്ടത്തരമായ തീരുമാനമല്ലേ. ചില ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവര് വളരെ കാമായിരിക്കും, എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവർക്ക് ആ ഒരു ദേഷ്യം കാണിക്കുന്നതും ഇഷ്ടമാവില്ല, അതേപോലെ അവരോട് ദേഷ്യപ്പെടുന്നതും ഇഷ്ടമാവില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് അവർ അങ്ങനെ ദേഷ്യപ്പെട്ടു, പിന്നെ അവർക്ക് റിഗ്രറ്റ് ആയിരിക്കും. ആ ഒരു പാർട്ട്ണറിന് പറയുന്ന ആള് അത് മനസ്സിലാക്കാണ്ട് ഇവരെന്നോട് ദേഷ്യപ്പെട്ടല്ലോ, ഇനി അവർക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ ഈ റിഗ്രറ്റ് തോന്നുന്ന ആൾക്കാർ അവിടെ കിടന്ന് പെയിനായിട്ട് അവര് ഭയങ്കര വേദന അനുഭവിക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സൗഹൃദം എടുത്തു നോക്കിയാൽ മതി. നമ്മൾ ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ടേമൊക്കെ മാറ്റിയിട്ട് നമ്മളതിന് വേറൊരു ടേം കൊണ്ടുവയ്ക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. നമ്മുടെ ഒരു ഇഷ്ടം നമുക്ക് എങ്ങനെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുക, നമ്മുടെ ഒരു പ്രൊഫഷൻ നമുക്ക് എങ്ങനെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുക, നമ്മുടെ ഒരു താല്പര്യങ്ങൾ നമുക്ക് എങ്ങനെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുക, നമ്മുടെ ഒരു വസ്ത്രത്തിന്റെ ഇഷ്ടങ്ങളും കളറുകളും നമുക്ക് എങ്ങനെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുക. നമുക്ക് പാർട്ണർഷിപ്പിൽ ആകെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ മൈൻഡ്, നമ്മുടെ മെന്റാലിറ്റി മാത്രമാണ്. ശരിയല്ലേ? എനിക്കൊരു ദുഃഖമുണ്ട്, ആ ദുഃഖം നിനക്കൊന്ന് ഷെയർ ചെയ്യാം, ആ ഷെയറിൽ എനിക്കൊരു കാര്യം ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പേഴ്സണലായിട്ടും ഇൻഡിവിജ്വൽസ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതിന് നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ നമ്മുടെ അച്ഛനമ്മയൊക്കെ അല്ലേ ഇതിനൊരു കാരണമോ. അച്ഛനും അമ്മയും കുറെ ടോക്സിക് ആയി നമുക്ക് കുറെ കൂട്ടുകാരന്മാരുണ്ട്. കല്യാണം കഴിഞ്ഞ ടോക്സിക് ആയ ചിലന്മാരുണ്ട്. എനിക്കറിയാം, കല്യാണം കഴിഞ്ഞവന്മാര് കല്യാണം കഴിക്കാത്തവരോട് പറയും ഭാര്യമാരെ നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം, പറ്റില്ലെങ്കിൽ അടിച്ചിരുത്തണം വീട്ടിനകത്ത്. എത്ര അമ്മമാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ, അച്ഛന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ. പെണ്ണിനെ അടിച്ചിരുത്തണോടത്ത് എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും അടിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു നായയുടെ വില പോലും ഇല്ലാന്ന് നമുക്ക് തോന്നുന്ന നിമിഷമാണ് നമ്മൾ ഒരു പെൺകുട്ടിയെ നമ്മൾ തല്ലുകയോ അല്ലെങ്കിൽ അടിക്കുകയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ഭയങ്കര തെറ്റായ ഒരു പ്രവണതയാണ്. ഇതൊന്നല്ല വേണ്ടേ. നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്ത് നമ്മൾ കുറച്ചുകൂടി നമ്മളെ പറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ഒരാളും വരില്ല എന്നുള്ള റിയാലിറ്റി. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് വന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതിനിടയിൽ കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങും. പിന്നെ വളരെ പോസിറ്റീവായ ആളുകൾക്ക് എപ്പോഴും വന്ന് കിടന്ന് വളരെ നെഗറ്റീവായ ആളുകളാണ്. ഏത് റിലേഷൻഷിപ്പ് എടുത്താലും നമുക്ക് മനസ്സിലാവും എൻ്റെ ഒരു ഡിഫറെന്റ് ക്യാരക്ടറിലേക്ക് വന്ന് കയറുന്നത്. എന്നാൽ അവർക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് തന്നെയാണ് നമ്മുടെ സൗഹൃദത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിനിടയിലും നമുക്ക് യഥാർത്ഥ കൂട്ടുകാരന്മാർ ഒരു പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. പക്ഷെ ആ ഇഷ്ടമല്ലായ്മ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെ യൂസ് ചെയ്യുന്നില്ല, മുഖത്തൊക്കെ കാര്യം പറയുന്നു. ഇതാണ് പ്രശ്നം, മുഖത്ത് എക്സ്പ്രസ് ചെയ്യുന്നു. അതൊരു പ്രശ്നമാണ്. പല ആൾക്കാരെയും സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് കടന്നു നമുക്ക് ഓൾറെഡി അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അവരുടെ സജഷൻസിനോട് താല്പര്യം ഉണ്ടാവില്ല, ആ വ്യക്തിയെ എനിക്ക് ഇഷ്ടമായിരിക്കത്തില്ല. എന്നിട്ട് നമ്മൾ കാണുമ്പോൾ ഒന്ന് ഓക്കെ ചിരിച്ച് ഓക്കെ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കും. എന്നിട്ട് അവരൊന്നും അങ്ങോട്ട് മാറി കഴിയുമ്പോൾ ആ ഒരു എക്സ്ട്രീം അവരെ പറ്റി പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ പറയുകയും ചെയ്യും. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ ഓരോ കാര്യം പറയുമ്പോഴും ഈ ഒരു സ്മൈല് കൊണ്ട് അതിനെ ഹൈഡ് ചെയ്യാണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പിന്നീട് ഒരിക്കലും അവരോട് ആ കാര്യം അവരാരും പറയത്തുമില്ല ആ ഒരു രീതിയിൽ. പക്ഷെ ഇവരെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവ് ആയിരിക്കും. എന്ത് നെഗറ്റീവ് ആൾക്കാരാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് മനുഷ്യർ പുറത്തുണ്ട്. നിങ്ങൾക്കൊരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു ഇഷ്യൂ വന്നു എന്ന് കരുതി അത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് ചാർത്തി വെച്ചിട്ടായിരിക്കും ആ മനുഷ്യർ പുറത്തു പോകുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായി സെൻസ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ ശരീരമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വന്ന് കയറുന്ന ആളുകൾ കൃത്യമായി നിങ്ങളെ അളന്ന് കുറിച്ച് മനസ്സിലാക്കി ട്രാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. മറ്റുള്ള മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരാൻ ഒരു പക്ഷെ അവർക്കത് അറിയ പോലും ഇല്ല. അപ്പോൾ ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എവിടെയും കടിച്ചു തൂങ്ങി കിടക്കുന്നതിൻ്റെ അർത്ഥമില്ല.
ഒരു കാര്യത്തിലും. അതെ. നമ്മൾ എന്ന് നമ്മുടെ ലൈഫ് അത് എൻ്റെ ലൈഫാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ആവുന്നത്. അതല്ലാതെ എല്ലാവരും കൂടുന്നത് നമ്മുടെ ലൈഫല്ല. എല്ലാവരും നമ്മൾ കൂടുന്ന ഒരു സോഷ്യൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനം മാത്രമാണ്. അൾട്ടിമേറ്റ് നമ്മൾ ഒറ്റയ്ക്കാവണം. നമ്മൾ ഉറങ്ങുന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കുന്ന ആളുകളുടെ ഒപ്പം മാത്രം നിൽക്കുക. അതല്ലാതെ ഈ ഇമോഷന്റെ ചുറ്റും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തരിപ്പിടാവുള്ളൂ. അവസാനം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് രണ്ട് കൈ നമ്മളിങ്ങനെ വെച്ച് നീട്ടി കരഞ്ഞിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല.